നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് വിജ്ഞാപനം മരവിപ്പിക്കാനുള്ള സർക്കാർ തീരുമാനമാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത്. സംവരണ പ്രശ്നം രൂക്ഷമായതോടുകൂടി ഇത് തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകും എന്ന് കരുതിയാണ് സർക്കാരിന്റെ പുതിയൊരു നീക്കം. സംഭവത്തിൽ കൂടുതൽ ചർച്ചകൾ നടത്തിയ ശേഷം അന്തിമ വിജ്ഞാപനം എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. സംവരണം രാഷ്ട്രീയ പ്രശ്നമായി മാറിയതോടുകൂടി വിജ്ഞാപനത്തിനുള്ള നീക്കങ്ങൾ PSCയും മരവിപ്പിച്ചു എന്നാണ് അറിയിക്കുന്നത്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് വിജ്ഞാപനം ഇറക്കാൻ തയ്യാറെടുക്കുന്നതിനിടെ സംവരണ പ്രശ്നം ഉയർന്നു വന്നത് രാഷ്ട്രീയ തിരിച്ചടിയാകുമെന്നു തിരിച്ചറിവാണ് സർക്കാർ നീക്കത്തിന് പിന്നിൽ. 150ഓളം തസ്തികയുള്ള KASൽ നേരിട്ടുള്ള റിക്രൂട്ട്മെന്റിന് മാത്രമാണ് സംവരണം ഉള്ളത്. സർക്കാർ ജീവനക്കാർക്ക് അപേക്ഷിക്കാവുന്ന സ്ട്രീം 2ലും ഗസറ്റഡ് ഓഫീസർമാർക്ക് അപേക്ഷിക്കാവുന്ന സ്ട്രീം 3ലും സംവരണമില്ലാത്തത് സംവരണ തത്വങ്ങളുടെ ലംഘനമാണെന്നാണ് വിമർശനം ഉയർന്നിരിക്കുന്നത്. പിന്നോക്ക വിഭാഗങ്ങളെ ഒപ്പം നിർത്തി മതിൽ തീർത്തിട്ട് അവരെ വഞ്ചിച്ചു എന്ന വിമർശനം ഉയരും എന്നതാണ് പുനരാലോചനയ്ക്ക് സർക്കാരിനെ പ്രേരിപ്പിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ KAS വിജ്ഞാപനം ഉണ്ടാവില്ല എന്ന സർക്കാരിലെ ഉന്നതർ ബന്ധപ്പെട്ടവരെ അറിയിച്ചതായുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. സംവരണത്തിലെ ആശങ്കകൾ ദൂരീകരിച്ച് മാത്രം തുടർ നടപടി മതി എന്നാണ് മുന്നണി നേതൃത്വത്തിനിടയിലെയും ധാരണ. വിജ്ഞാപനത്തിനുള്ള നടപടികളിൽ നിന്നും സർക്കാർ ഉൻവലിഞ്ഞതോടുകൂടി PSCയും നടപടികൾ നിർത്തിവച്ചിരിക്കുകയാണ്. ഡിസംബറിൽ വിജ്ഞാപനം ഇറക്കാൻ തിരക്കിട്ട് നടത്തിയ നടപടികളാണ് PSCയും ഇപ്പോൾ മരവിപ്പിച്ചിരിക്കുന്നത്. സർക്കാർ തലത്തിൽ നിന്ന് പച്ചക്കൊടി കിട്ടാതെ തുടർ നടപടി വേണ്ട എന്നാണ് PSCയുടെ നിലപാട്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലെ സംവരണ വ്യവസ്ഥയ്ക്കെതിരെ CPM രാജ്യസഭാ MP PK സോമപ്രസാദ് പരസ്യമായി തന്നെ രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. നിലവിലെ സാഹചര്യം കണക്കിലെടുത്താൽ KAS നടപ്പാക്കുന്നത് വഴി പട്ടിക വിഭാഗക്കാർക്ക് IAS ലഭിക്കാനുള്ള സാധ്യത അടയും എന്നായിരുന്നു സോമപ്രസാദിന്റെ പ്രതികരണം. മാത്രമല്ല, ഈ വിഷയത്തിൽ അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശം സർക്കാർ തള്ളണമെന്നും KASലെ 3 വിഭാഗങ്ങളിലും സംവരണം ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് പട്ടികജാതി ക്ഷേമ സമിതി നേതാവ് കൂടിയായ സോമപ്രസാദ് സർക്കാരിന് 5 കത്തുകൾ നൽകിയിട്ടുണ്ടായിരുന്നു. എന്നാൽ സർക്കാർ ഉറച്ച നിലപാടുമായി മുന്നോട്ട് പോയതോടുകൂടി സോമപ്രസാദ് പരസ്യമായി രംഗത്തെത്തുകയായിരുന്നു. സംവരണം നടപ്പാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. മാത്രമല്ല, മുസ്ലിം സംഘടനകൾ യോജിച്ച പ്രക്ഷോഭത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നു. വിവിധ പിന്നോക്ക വിഭാഗങ്ങളും പ്രക്ഷോഭം ശക്തമാക്കിയതോടുകൂടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത് തിരിച്ചടിയാകുമെന്ന് കരുതി CPM ഇടതുമുന്നണിയിലെ മറ്റ് ഘടകകക്ഷികളുമായി ആലോചിച്ച് വിജ്ഞാപനം മരവിപ്പിക്കാൻ സർക്കാരിന് നിർദ്ദേശം നൽകുകയായിരുന്നു. KASൽ 3 ധാരകളിലായാണ് നിയമനം നടക്കുന്നത്. ആദ്യത്തേതിൽ 21നും 32നും മധ്യേ പ്രായമുള്ള ബിരുദധാരികൾക്ക് അപേക്ഷ സമർപ്പിക്കാം. നേരിട്ടുള്ള ഈ നിയമനത്തിൽ ദളിത് പിന്നോക്ക വിഭാഗങ്ങൾക്ക് സംവരണമുണ്ട്. രണ്ടാമത്തെ ധാരയിലും മൂന്നാമത്തെ ധാരയിലുമായിരുന്നു സവർണ ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ. ബൈ ട്രാൻസ്ഫർ നിയമനമാക്കി അതിൽ സംവരണം നിഷേധിച്ചു. വിവിധ വകുപ്പുകളിലേക്ക് നടക്കുന്ന ബൈ ട്രാൻസ്ഫർ നിയമനത്തിലും കേന്ദ്ര സർവീസിൽ നടക്കുന്ന ബൈ ട്രാൻസ്ഫർ നിയമനങ്ങളിലും സംവരണം പാലിക്കുന്നുണ്ട്. എന്നാൽ KASൽ മാത്രം സർക്കാർ സംവരണ ഉദ്യോഗസ്ഥർക്കൊപ്പം നിന്നു എന്നാണ് ആരോപണം ഉയരുന്നത്.